താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. നമ്മളെ തകർക്കുവാനും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥത നിറഞ്ഞതും നിരാശാജനകവുമാക്കി തീർക്കുവാനും വേണ്ടി പിശാച് പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും നമുക്ക് വിരോധമായി തൻ്റെ ആയുധമായി പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വ്യക്തികളോട് നമുക്കങ്ങനെ എതിർത്ത് നിൽക്കുവാനൊന്നും കഴിയാറില്ല. കാരണം അവർ ഒന്നാമത് ശക്തന്മാരായിരിക്കും, രണ്ടാമത് അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. ശത്രു കൈകളിലെടുക്കുന്ന ആയുധമായി നമുക്കെതിരെ കയ്യിലെടുക്കുന്ന വ്യക്തികൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. അതുപോലെ സാഹചര്യം, ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൂടാതെ ഈ ആയുധങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട് ഈ ലോകത്തിൽ. ഇപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ഒരു വാള്, ആ വാളിനെ എത്തി മെതിച്ച് ചവിട്ടി കാല് മുറിഞ്ഞ് അതിൻ്റെ വേദന സഹിക്കേണ്ടി വരുന്നവരെ പോലെ. അപ്പോൾ ആയുധമാണെന്ന് തിരിച്ചറിയാതെ നമുക്ക് വിരോധമായി ശത്രു കരങ്ങളിലെടുത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരോടും പ്രിയപ്പെട്ടവരോടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച്, അതായത് ലോക മനുഷ്യരെ സംബന്ധിച്ച് ആശ്വസിക്കാനൊരു വകയെങ്കിലുമുണ്ട്. ഒന്നിനും പറ്റിയില്ലെങ്കിലും ഞാനൊരു ചവിട്ടെങ്കിലും കൊടുത്തല്ലോ, വാളിനിട്ടാണെങ്കിലും ചവിട്ട് കൊടുക്കാൻ പറ്റിയല്ലോ. പക്ഷേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് അതിനും പറ്റത്തില്ല. കാരണം ആയുധമെടുക്കേണ്ട കൈകളിൽ നമ്മൾ ബൈബിൾ എടുത്തവരാണ്, വെല്ലുവിളിക്കേണ്ട നാവ് കൊണ്ട് നമ്മൾ സ്തോത്രം പറയുന്നവരാണ്. അപ്പോൾ എന്താ, അതൊക്കെ ശരി തന്നെ, ഇന്നും പോകുന്നു എങ്കിൽ വേഷ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോകരുത്, നമുക്കതിന് വ്യവസ്ഥയില്ല. അതിനർത്ഥം ശത്രു നമ്മെ ഉപദ്രവിക്കുവാൻ വേണ്ടി നമുക്ക് നേരെ തിരിക്കുന്ന ആയുധങ്ങളുടെ മൂർച്ചയേറ്റ് മുറിപ്പെട്ടവരായി തകർന്നവരും തളർന്നവരുമായി ജീവിതം അവസാനിപ്പിക്കുവാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ? അതുമല്ല. അപ്പോൾ നമുക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യും. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അതേക്കുറിച്ചാണ് ഇന്ന് പകൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ചിലർ ആയുധത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് പരാജയപ്പെട്ടു പോയ ചിലർ തന്നെ എന്നെ കേൾക്കുന്നവരാണേ. നിങ്ങൾ ആയുധമില്ലാതെ യുദ്ധം ജയിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. ചിലർ ആയുധമില്ലാതെ യുദ്ധം ജയിക്കുവാൻ പോകുക. അപ്പോൾ റെഡിയല്ലേ? ഒപ്പം വന്നാട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ, അതായത് ദൈവജനത്തെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് കരങ്ങളിലെടുത്ത വളരെ ശക്തിയേറിയ മോസ്റ്റ് പവർഫുൾ വെപ്പൺ അതായിരുന്നു. അങ്ങനെയുള്ള ഒരു ആയുധമായിരുന്നു ഷൗൽ. അപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്താണ്? സഭ പണിയുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യിക്കുവാൻ തക്കവണ്ണം സഭ പണിയുക. അപ്പോൾ ശിഷ്യന്മാർക്ക് സഭ പണിയുക എന്ന ഉത്തരവാദിത്വം ഉള്ളതുപോലെ നമുക്കെല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അനേകർ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വവും സഭ പണിയുക എന്നുള്ളതാണ്. ആത്യന്തികമായി നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം അത് തന്നെയാണ്. സഭ പണിയുക എന്ന് വെച്ചാൽ ഒരു കെട്ടിടം പണിയുക എന്നല്ല, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അതൊരു 10-15 പേരെ കൂട്ടിയിരുത്തി, അല്ലെങ്കിൽ 100-200 പേരെ, അല്ലെങ്കിൽ 1000-2000 പേരെ കൂട്ടിയിരുത്തി വചനം പറയുന്നൊരു ഏർപ്പാടല്ല. ഇപ്പോൾ ആദിമ സഭയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാൽ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകമാണ്, 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അവിടെ വലിയ തർക്കം നടക്കുകയാണ്. അതായത് ശിഷ്യന്മാരുടെ വിധവമാരെ വേണ്ട വിധത്തിൽ നോക്കുന്നില്ല എന്നുള്ളൊരു തർക്കം വരുന്നു. പിന്നെ മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ചിലരേക്ക് തിരഞ്ഞെടുക്കുന്നു. ചിലർ ചിലതൊക്കെ ചെയ്യണം, ചിലതൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള നിബന്ധനകൾ ഉണ്ടാകുന്നു. എല്ലാം ഛന്തോവിധമായി പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. അർത്ഥം, സഭയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ കുടുംബമുണ്ട്, വ്യക്തികളുണ്ട്, വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ നല്ലവണ്ണം നിർവഹിക്കപ്പെടുമ്പോഴാണ് സഭ പണിയപ്പെടുന്നത്. അല്ലാതെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത കുറേ എണ്ണം അങ്ങനെ നടക്കുന്നവരിലൂടെ പണിയപ്പെടേണ്ടതല്ല സഭ. അങ്ങനെ സഭ പണിയണം, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ തിമോത്തിയോസിൻ്റെ ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും അറ്റ്ലീസ്റ്റ് ഒരു 10 തവണയെങ്കിലും നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്കൊത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരാൾ ഒരു ഭർത്താവാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഭാര്യയെ സംരക്ഷിക്കുവാനും അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതേ സഹോദരി, നീ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനൊപ്പം നിൽക്കേണ്ട, അവന് കീഴടങ്ങിയിരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ മക്കളെ നല്ലവണ്ണം പരിപാലിച്ച് വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പൗരൻ എന്ന നിലയ്ക്ക് രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേ
നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ത്യക്കാരനെന്ന നിലയിൽ ഭാരതം എന്ന നമ്മുടെ നാട്ടിനോട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. യെരുശലേമിലോ ഇസ്രായേലിനോ അവരോടല്ല നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, നമ്മുടെ നാട്ടിനോട്, നാം ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിനോട് നമുക്ക് ഉത്തരവാദിത്വം വേണം. അതൊക്കെ നമ്മൾ നിർവഹിക്കുകയും വേണം. അപ്പോൾ പിശാച് എന്താ ചെയ്യുന്നേ? ശിഷ്യന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി ശൗൽ എന്ന പവർഫുള്ളായിട്ടുള്ള ആയുധം ഉപയോഗിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി പിശാച് ശൗലിനെ പോലെ പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങളെ ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഭർത്താവാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കുടുംബം നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. ദേശത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ കുടുംബത്തെ നിലനിർത്തണം. അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് ആഹാരം കഴിക്കുവാൻ, നിങ്ങൾക്ക് വസിക്കുവാൻ വേണ്ട പാർപ്പിടം, മക്കളെ പഠിപ്പിക്കുവാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ നന്മ വേണം. അതൊക്കെ തൊഴിലിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിശാച് നിങ്ങളുടെ തൊഴിലിനെ തകർക്കുവാൻ, നിങ്ങളുടെ വരുമാന മേഖലയെ തകർക്കുവാൻ തക്കവണ്ണം ശൗലിനെ പോലെ മോസ്റ്റ് പവർഫുള്ളായ ചില വ്യക്തികളെ നിങ്ങൾക്ക് വിരോധമായി തിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് ഒന്നും വാങ്ങി നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകരുത്. സന്തോഷമായി നീ ജീവിക്കരുത്. വരുമാനം നിലയ്ക്കുമ്പോൾ വീട്ടിനകത്ത് അസ്വസ്ഥതകളുണ്ടാകും. പരിഭവം പറച്ചിലായി, പരാതിയായി, കുറ്റപ്പെടുത്തലായി, വാക്കുതർക്കമായി, അത് തന്നെ നിന്റെ വീട്ടിനകത്ത് സംഭവിക്കുന്ന ആ കാര്യം തന്നെ ചിലരെ ശത്രു വിരോധമായി എഴുന്നേൽപ്പിക്കും. അയ്യോ, എന്തു ചെയ്യും അല്ലേ? ജോലി സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രു നിങ്ങളെക്കാൾ പ്രബലനാണ്, പേരും പെരുമയും അധികാരവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിരാശയോടെ തലകുനിച്ച് ആരോടും പറയുവാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി സങ്കടപ്പെട്ട് സഹോദരി നീ ആയിരിക്കുന്നത് പോലെ തന്നെ വല്ലാതെ തളർന്നു പോകുന്നു. ഇനി പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്ന് പറയുന്ന അതേ അവസ്ഥയിലായിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയത്തില്ല. ഓ സ്തോത്രം, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വല്ലാതെ തളർന്നിരിക്കുക. ആയുധത്തിന് ഭയന്ന് നോക്കിയേ, സഭയ്ക്ക് വിരോധമായി പിശാച് ഒരു ആയുധം പ്രയോഗിക്കുക, ശൗൽ എന്ന ആയുധം. സഭ എന്താ ചെയ്യുന്നേ? സഭ മറ്റൊരു ആയുധവുമായി ശൗലിനെ തകർക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചു നോക്കിയേ, അവിടെ അങ്ങനെ ഒന്നും കാണുവാൻ കഴിയത്തില്ല. ഇന്നത്തെ ലോകത്തിലാണ് അങ്ങനെ. ഒരുത്തൻ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പിന്നെ അവനെക്കുറിച്ച് അപവാദം പറയാനും അവനെക്കുറിച്ച് വേണ്ടാത്തത് പറയാനും നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാനും ഒക്കെ വേലയും കൂലിയില്ലാതെ നടക്കുന്ന കുറേ എണ്ണം. അങ്ങനെയൊന്നും ഒന്നാം നൂറ്റാണ്ടിലില്ല കേട്ടോ. ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ശിഷ്യന്മാർ ഉപദ്രവിക്കപ്പെടുമ്പോഴും സ്തെഫാനോസ് കൊല്ലപ്പെടുമ്പോഴാണ് ശൗൽ എന്ന ആയുധത്തെ ആദ്യമായി കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഒത്തിരി പേർ കൊല്ലപ്പെട്ടു. ശൗലിന് അതിനുള്ള അധികാരമുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവന് ജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ ആയുധം കൊണ്ട് മാത്രമല്ല ജ്ഞാനം കൊണ്ടും അവൻ സഭയെ മുടിക്കുവാൻ ശ്രമിച്ചു. ഇങ്ങനെ ശത്രു സഭയെ മുടിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരായുധം അന്വേഷിച്ച് പോകുകയല്ല ശിഷ്യന്മാരുടെ സമൂഹം ചെയ്യുന്നത്. കാരണം അതന്നെ അവർക്ക് വ്യവസ്ഥയില്ല, നമുക്കും വ്യവസ്ഥയില്ല. നിങ്ങൾ തിരിച്ചറിയുക, ആയുധം എടുക്കുവാൻ നിങ്ങൾക്ക് വ്യവസ്ഥയില്ല. അത് നിങ്ങളുടെ വാക്കുകളാകട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളാകട്ടെ, നിങ്ങളുടെ ചിന്ത പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായി മാറുവാൻ പാടില്ല. നമുക്കതിന് വ്യവസ്ഥയില്ല. കാരണം നിങ്ങളുടെ നാവിൽ നിന്ന് സ്തുതിയും സ്തോത്രവുമാണ് ഉയരുവാനുള്ളത്. വചനം പറയുന്നു, ഈ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അർത്ഥം, നിങ്ങൾ സ്തുതിക്കുമെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കും. ഓ താങ്ക് ഗോഡ്. നിങ്ങളിൽ ദൈവം വസിക്കേണ്ടത് നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരുന്ന സ്തുതിയിലൂടെയാണ്, സ്തോത്രത്തിലൂടെയാണ്. അത് വിട്ടുകളയരുതേ. ബൈബിൾ എടുക്കേണ്ട കയ്യാ, അതുകൊണ്ട് വേണ്ട. അപ്പോ സഭ അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നേ? കർത്താവ് ഈ ആയുധത്തെ തിരിച്ചുവിടുക. അവൻ എന്താ ചെയ്യുന്നേ? ആയുധത്തെ രൂപാന്തരപ്പെടുത്തുക. ശത്രുവിൻ്റെ, അതായത് പിശാചിൻ്റെ ആയുധത്തെ കർത്താവ് വന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അതിനെ തൊട്ട് അതിനെ സഭയുടെ ആയുധമാക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഓ താങ്ക് ഗോഡ്. ശത്രുവിൻ്റെ ആയുധത്തെ പിടിച്ച് ശിഷ്യന്മാരുടെ ആയുധമാക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ആമേൻ. അപ്പോൾ അതുവരെ ശൗൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സഭയെ പൊളിച്ചുകൊണ്ടിരുന്നു. യേശു വന്നിട്ട് ശൗലിനെ പൗലോസാക്കി. അപ്പോൾ പൗലോസ് എന്താ ചെയ്യാൻ തുടങ്ങി? പിശാചിന്റെ കോട്ട കൊത്തളങ്ങളെ തകർക്കുവാനായി തുടങ്ങി. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൂതാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആ ജോലി സ്ഥലത്ത് ഭാരപ്പെട്ടായിരിക്കുന്നില്ലേ? നിന്നെ തകർക്കുവാനും നിന്നെ പുറത്താക്കാനുമായി പദ്ധതി ഒരുക്കുന്ന ചിലരെ നിനക്ക് അനുകൂലമാക്കി എൻ്റെ യേശു മാറ്റുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്. ചില ആയുധങ്ങളെ യേശു രൂപാന്തരപ്പെടുത്തുക. ആമേൻ. നിനക്ക് ശത്രുവായി നിൽക്കുന്ന ചിലരിലൂടെ നീ നന്മ അനുഭവിക്കുവാൻ പോവുക. നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചിലരിലൂടെ എൻ്റെ ദൈവം നിന്നെ പണിതുയർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഓ സ്തോത്രം. അവരുടെ പ്രാർത്ഥനയിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല.
അപ്പോസ്തലന്മാരുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അതിനു വേണ്ടി കാത്തിരുന്നു, അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി. പരിശുദ്ധാത്മാവ് വന്നവർക്ക് ശത്രുവിന്റെ ആയുധത്തെ ദൈവം നൽകി. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? സഹോദര സഹോദരി, നിന്നോട് തന്നെ നിങ്ങൾ ചെയ്യുവാനുള്ളത് കാത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരെ തൊട്ട് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും വിധം ശത്രു നിനക്ക് വിരോധമാക്കി മാറ്റിയിരിക്കുന്നത് നിന്റെ ഭർത്താവിനെയാണ്, നിന്റെ കുടുംബത്തിലുള്ള വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട വ്യക്തികളെയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. എങ്ങനെ എതിർത്ത് നിൽക്കും? നിന്റെ ഭർത്താവിനെ ഒഴിവാക്കി എന്ത് സന്തോഷമാണ് അല്ലേ? അതല്ലേ ചോദിക്കുന്നേ. പലരും വേറെ വല്ലതും പറഞ്ഞു തരും, അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുതേ. അവനാണ് നിന്റെ വാഗ്ദത്തം, അവനാണ് നിന്റെ ഭാവി, അവനാണ് നിന്റെ പ്രതീക്ഷയും നിന്റെ പ്രത്യാശയും. ശൗലാണ് സഭയുടെ ആണിക്കല്ലായി മാറുവാൻ പോകുന്നത്. താങ്ക് ഗോഡ്. നിന്റെ ഭർത്താവ് മാറുവാൻ പോകുക. നീ കാത്തിരുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങുമെങ്കിൽ അതെ നിന്റെ ഭർത്താവിനെ നിന്റെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്ന ആയുധമാക്കി നിന്റെ കയ്യിൽ തരും. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, നിന്നോട് തന്നെയാ. നിന്റെ സ്വപ്നങ്ങളെ പൂവണിയിക്കുന്ന ആയുധമാക്കി, സ്തോത്രം, നിന്റെ ആഗ്രഹങ്ങളെ പണിതുയർത്തുന്ന ശക്തിയേറിയ വെപ്പണാക്കി എൻ്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ മാറ്റുവാൻ പോകുക. ഇന്ന് അവൻ മറ്റനേകർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്നെ സ്നേഹിക്കുവാൻ തയ്യാറല്ല, നിന്റെ അടുക്കൽ വരുവാൻ തയ്യാറല്ല, അവഗണിച്ച് ഒഴിവാക്കി മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അവൻ തന്നെ സ്തോത്രം നിന്റെ സ്വപ്നങ്ങളെ പണിയുവാൻ പോകുക. താങ്ക് ഗോഡ്. ശക്തിയേറിയ ആയുധമാക്കി നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മാറ്റും. സ്തോത്രം. അതുകൊണ്ട് നാവടക്ക്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ആ ആയുധം നിന്റേതായി മാറും. ശത്രു തകർക്കപ്പെടും. ആമേൻ. നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കി വിട്ട ചില ആയുധങ്ങൾ, ശത്രുവിന്റെ കോട്ടളങ്ങളെ തകർക്കുവാൻ പോകുക. സഹോദര, നീ പ്രാർത്ഥിക്കേ. സ്തോത്രം. നീ മദ്യപിച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. നീ ആകാത്ത വഴികളിൽ പോയത് കൊണ്ട്, നീ വാശി തീർത്തത് കൊണ്ട് സ്തോത്രം ഇതിന് പരിഹാരം ഉണ്ടാകത്തില്ല. നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മേലയക്കും. സ്തോത്രം. അപ്പോൾ നിനക്ക് വിരോധമായി നിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്ന് കുടുംബമില്ലാത്തവനാക്കി നിന്നെ മാറ്റി നിന്റെ ഭാര്യ മടങ്ങി വരും. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ശത്രു നിന്റെ ഭാര്യയെ നിനക്ക് വിരോധമായി തിരിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെ നല്ല വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അതൊക്കെ ഇന്ന് വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. അതേ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി കർത്താവ് യേശു ക്രിസ്തു ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ഇറങ്ങി വരിക. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ആയുധം പേര് മാറ്റി പൗലോസ് എന്നായി. അതേ, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ മാറുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങളുടെ സമാധാനത്തെയും സ്വസ്ഥതയും കവർന്നു കളയുവാൻ തക്കവണ്ണം ശത്രു പ്രയോജനപ്പെടുത്തുന്ന അവരുടെ മോസ്റ്റ് പവർഫുൾ വെപ്പണായ നിങ്ങളുടെ തലമുറകളുടെ പേര് യേശു മാറ്റുക. മാതാപിതാക്കൾക്ക് കൊള്ളരുതാത്തവരെന്ന പേരോടുകൂടി അറിയപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്ന, കുടുംബം നോക്കാത്തവരെന്ന, കുടുംബത്തിന് കൊള്ളരുതാത്തവരെന്ന പേരോടുകൂടി അറിയപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ പേര് മാറുവാൻ പോകുക. താങ്ക് ഗോഡ്. ചില ചെന്നായ്ക്കൾ മാൻകുട്ടിയെ പോലെ മാറുക. മാതാവേ, നിന്റെ തലമുറകൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. അവരിലൂടെ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുക. നീ പ്രാർത്ഥിക്കുക. പരാതി പറഞ്ഞതുകൊണ്ടോ പരിഭവം പറഞ്ഞതുകൊണ്ടോ അയ്യോ, നിന്റെ നാവിൽ നിന്ന് പരാതിയും പരിഭവമല്ല, സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആ സ്തുതികളിന്മേൽ വസിക്കും. ആമേൻ. യേശു ഇറങ്ങി വരും. സഭ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. സഭ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. സഭയെ പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. നിന്നെ മുടിച്ചു കളയുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ട ആ ശത്രുവിനെ, ദേശാന്തരീയ വ്യാപാര പോരുകളെ തകർക്കുവാൻ തക്കവണ്ണം യേശു ഇറങ്ങി വരും. ശുശ്രൂഷക നിന്നോട് തന്നെയാ. ആമേൻ. ദേശത്തിൽ ആ സഭയെ വളർത്തത്തില്ല എന്ന്, ആ സഭയെ നിർത്തത്തില്ല എന്ന്, നിനക്ക് ആ വേലയുമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉയർത്തിവിടുന്ന ആ ശത്രുവിനെ യേശു നിന്റെ ആയുധമാക്കി മാറ്റുവാൻ പോവുക. അവൻ സഭയെ പണിയുവാൻ പോവുക. നിന്റെ സഭയെ പൊളിക്കുവാൻ തക്കവണ്ണം എഴുതി നിൽക്കുന്ന ആ കുടുംബം തന്നെ ശുശ്രൂഷക കേൾക്ക്. അവൻ മുഖാന്തരം ആ രാജ്യത്തിൽ നീ കടന്നുപോയി. സ്തോത്രം. ഒരു സാഹചര്യവും ഇല്ലാത്തിടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് സഭ സ്ഥാപിച്ചു. എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അനേകരെ നേടണം. ഇന്ന് ചില വ്യക്തികൾ പർപ്പസ്ഫുള്ളായി അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്നു. നീ അവരോട് എതിരിട്ടത് കൊണ്ട് കാര്യമില്ല. കാരണം അവർ വെറും ആയുധങ്ങളാ. അവർ വെറും ആയുധങ്ങളാ. ശത്രുവിൻ്റെ കയ്യിൽ വെറും ആയുധങ്ങളാ. അവർ നിന്റെ പില്ലേഴ്സായി, നിന്റെ ആലയത്തിൻ്റെ പില്ലേഴ്സായി മാറുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ശത്രു നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും നിങ്ങളുടെ കടമകളും നിർവഹിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വിരോധമായി ചില ആയുധങ്ങളെ എയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ ആയുധം നിന്നെ
പണിതുയർത്തുവാനായി തുടങ്ങും. നോക്കിയേ 9-ാമത്തെ 22-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. അവിടെ യേശു ശൗലിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് മുമ്പിൽ ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ച് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അതുവരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്തു തന്നെ ദൈവമെന്ന് പറയുന്നവരെല്ലാം തിരഞ്ഞു പിടിച്ച് അതിൽ സ്ത്രീകളെയും കുട്ടികളെയും പോലും ഒഴിവാക്കിയില്ല. അവരെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനുമായിട്ട് നടന്നു. അവൻ തന്നെ ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഓ സ്തോത്രം. മാതാവേ പിതാവേ, പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? അതെ, ആരാ? അവർ തന്നെ യേശു തന്നെ ദൈവമെന്ന് തെളിയിച്ചു പ്രസംഗിക്കുവാൻ പോവുക. ആമേൻ. അങ്ങനെ ഒരുവനായിരുന്നു ഞാൻ. ഒരു കാലത്ത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ്, അയ്യോ, ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് YMC ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട്, വലിയ ഹാളാണ്. 10-50ഓളം ദൈവദാസന്മാർ. വെറും 3 വാക്യം കൊണ്ട് ദൈവമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് തെളിയിച്ച് താ എന്ന് പറഞ്ഞ് 2-3 മണിക്കൂർ പാവപ്പെട്ട ദൈവദാസന്മാരെല്ലാം ഇരുന്ന് കരഞ്ഞു വിളിച്ച് അവസാനം ബൈബിൾ വരെ വച്ചിട്ട് എന്നെ ശപിച്ചിട്ട് ഇറങ്ങിപ്പോയവരുണ്ട്. എളുപ്പമാണ് അങ്ങനെ തെളിയിച്ച് പറയുന്ന. നിന്റെ ഏറ്റവും വലിയ വിഷമം അതാ. അയ്യോ, എൻ്റെ ദൈവത്തെ പിള്ളേർ തള്ളി പറയുന്നല്ലോ, എൻ്റെ ദൈവനാമത്തെ ഇവർ ദുഷിക്കുന്നല്ലോ. വിഷമിച്ചായിരിക്കുന്നോ? വിഷമിക്കണ്ട. അവര് യേശു തന്നെ ദൈവമെന്ന് തെളിയിച്ച് പ്രസംഗിക്കാനുള്ളവരാ. അതിൻ്റെ ആദ്യ പടിയാ. അവര് പഠിച്ചു തുടങ്ങിയ. ഓ സ്തോത്രം. ആമേൻ. ഈ ബൈബിൾ ഞാൻ വേണമെന്ന് പറഞ്ഞ് പഠിച്ചത് ദൈവം ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. എവിടെയൊക്കെ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട്, എവിടെയൊക്കെയാണ് ബൈബിളിനകത്ത് കുഴപ്പമുള്ളത്, എവിടെയാണ് നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യാത്തത്, അങ്ങനെയുള്ളത് കണ്ടെത്താൻ വേണ്ടിയാ ഒത്തിരി നോട്ടൊക്കെ തയ്യാറാക്കിയ. സ്തോത്രം. ഇതെല്ലാം നമുക്ക് മുമ്പേ ഈ ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ കണ്ടെത്തി ഒരാൾ പുസ്തകം അടിച്ചിറക്കുമായിരുന്നു. ഇന്ത്യൻ എത്തീസ്റ്റ് ക്ലബിലെ ഇടമർഗ്, അദ്ദേഹത്തിൻ്റെ മകനും അതേ വഴിയിൽ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള ഒത്തിരി പേർ ഇങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അവർക്ക് കിട്ടാത്ത എന്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരുന്നതാണ്. ഇന്ന് ദൈവമുണ്ടെന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയുവാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിച്ചു തരുവാൻ വേണ്ടി ഈ ബൈബിൾ ആവർത്തിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. മാതാവേ, ഇത് ദൂതാ. ആമേൻ. നിന്റെ മക്കൾ അങ്ങനെ നിന്റെ മുമ്പിലിരുന്ന് ബൈബിൾ വായിച്ച് അനേകരെ ഉറപ്പിക്കുവാൻ പോവുക. ഓ സ്തോത്രം. നിന്റെ വീട് അങ്ങനെ മാറുക. ആമേൻ. ഓ സ്തോത്രം. ദൈവമില്ല എന്ന് പറഞ്ഞവൻ ദൈവമുണ്ടെന്ന് പറഞ്ഞ് അനേകരെ ബലപ്പെടുത്തുക, അനേകരുടെ ജീവിതത്തിൽ വിടുതലായി മാറുക. നിന്റെ ഭർത്താവ് അങ്ങനെ മാറുക. ഓ സ്തോത്രം. ആമേൻ. നിനക്ക് വിരോധമായി നിന്റെ സന്തോഷത്തെയും സ്വപ്നങ്ങളെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രു എയ്ത് വിടുന്ന ആ ആയുധത്തെ ദൈവം നിർവീര്യമാക്കുക. ഓ സ്തോത്രം. അതിൻ്റെ വീര്യം കെടുക. നിന്റെ ആ ബിസിനസ്സിനെ തകർത്ത് കളയുവാൻ, നിന്റെ സ്വപ്നങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം പിശാച് ചെയ്ത് വിട്ട ആ കടം എന്ന ആയുധത്തെ യേശു നിർവീര്യമാക്കുക. ഓ സ്തോത്രം. അതിന് കടമല്ല, അത് നിന്റെ അസറ്റായി മാറുവാൻ പോകും. ഓ, തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കടമല്ല, അത് ബാധ്യതയല്ല, നിന്റെ അസറ്റായി മാറുവാൻ പോകും. ഇന്ന് നീ ബാധ്യതയെന്ന് ചിന്തിക്കുന്ന ചിലർ, ദൂതാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, ഇന്ന് നിങ്ങൾ ബാധ്യതയെന്ന് ചിന്തിക്കുന്ന ചിലത് നിങ്ങളുടെ അസറ്റായി മാറുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ആയുധത്തിന് നേരെ ചവിട്ടി കൈയും കാലും ഒന്നും മുറിക്കണ്ട. നമുക്കതിന് വ്യവസ്ഥയില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസേനയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ യേശു ഇറങ്ങി വരും, തൊടേണ്ടവരെ തൊടും, വിരോധമായി നിൽക്കുന്ന ആ വ്യക്തികളെ തൊടും, ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റും. നോക്കി, ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. അദ്ദേഹം വിദേശത്ത് ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 5 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനൊപ്പമാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ ടീമിൽ ഏറ്റവും ക്വാളിഫിക്കേഷൻ കുറഞ്ഞതും കാര്യപ്രാപ്തി ഇല്ലാത്തതുമായ വ്യക്തിയാണ് അദ്ദേഹം. എങ്കിലും സന്തോഷമായി ജോലി ചെയ്ത് അങ്ങ് പോവുക. ടീം വർക്കാണല്ലോ. കുറേ കഴിഞ്ഞു, സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നു. അതേപോലെ ജോലിക്ക് പോയതിന് ശേഷം നന്നായൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നപ്പോൾ കമ്പനി ഒരു തീരുമാനമെടുത്തു, ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച മാനദണ്ഡം ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരെ പിരിച്ചുവിടുക, ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരെ തേടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും അതിനകത്ത് ഉൾപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ആ സമയത്താണ് പ്രൈസർ ഫാമിലിയിലേക്ക് അദ്ദേഹം വിളിക്കുന്നത്. ദേവദാസനെ, എൻ്റെ ജോലി നഷ്ടപ്പെടും, ഇനി നാട്ടിൽ പോയാൽ വേറെ ജോലി കണ്ടുപിടിക്കുക, അതൊക്കെ വലിയ പാടാ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എല്ലാവരും എന്നിൽ പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത്. മക്കളുടെ വിദ്യാഭ്യാസമൊന്നും എങ്ങും ആയിട്ടില്ല, ലോണൊക്കെ അടച്ചു തീർക്കാനുണ്ട്. വലിയ സങ്കടത്തോടെ വിളിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അല്ല, ഞങ്ങളും അദ്ദേഹവും ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുക, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കും. എന്നാൽ ആ പ്രതീക്ഷിച്ചത് സംഭവിക്കുന്നതിന് മുമ്പേ കൊറോണ കടന്നു വരുന്നു. അപ്പോൾ കൊറോണ കടന്നു വന്നു. പിന്നെ പിരിച്ചുവിടക്കം ഒന്നുമില്ല, പോകാനും വരാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒന്നാമത്തെ സീസൺ, കൊറോണയുടെ 1ാമത്തെ സീസൺ കഴിയുന്ന സമയമായപ്പോൾ ആ കമ്പനി അതിലും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് വീണു.
അപ്പോൾ അവരുടെ ആ പോളിസീസിൽ ഒരു ചെറിയ മാറ്റം വരുത്തി ശമ്പളം കൂടിയ പോസ്റ്റുകളെയൊക്കെ ശമ്പളം കുറഞ്ഞ പോസ്റ്റാക്കി മാറ്റുക, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള അവരുടെ ഒരു തന്ത്രം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഡീപ്രൊമോഷൻ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഡീപ്രൊമോഷൻ ചെയ്യണമെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കഴിവുള്ളവരെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത, വലിയ കഴിവൊന്നും ഇല്ലാത്തവരെ പ്രൊമോട്ട് ചെയ്ത് അവിടെ തന്നെ നിലനിർത്തുവാനായിട്ട് കഴിയും. ഇങ്ങനെ ആയപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ 4 പേരിൽ 2 പേർ പുറത്തായി. ഇദ്ദേഹത്തിനും ഒപ്പമുള്ള മറ്റു 2 പേർക്കും ഡീപ്രൊമോഷൻ കിട്ടി. എങ്കിലും ജോലി നഷ്ടപ്പെട്ടില്ല. കൊറോണയുടെ സമയത്ത് 10 രൂപ കിട്ടിക്കൊണ്ടിരുന്നതിന് 5 രൂപ കിട്ടിയാലും അത് തന്നെ ഏറ്റവും വലിയ നേട്ടമല്ലേ? അദ്ദേഹം സന്തോഷത്തോടെ നിന്നു. 2ാമത്തെ കൊറോണയും കഴിഞ്ഞു, സ്ഥാപനം മെച്ചപ്പെട്ടു. അദ്ദേഹത്തിന് പഴയ പോസ്റ്റിലേക്ക് പ്രൊമോഷനൊക്കെ കിട്ടി, ശമ്പള വർധനവുമുണ്ട്. അതിൻ്റെ സാക്ഷി ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. സാഹചര്യം പുറത്താക്കലിൻ്റെ വക്കോളം എത്തി. ദൂത ആമേൻ. അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ആ സാഹചര്യത്തെ ശത്രു നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി എൻ്റെ കർത്താവ് മാറ്റും. അതേ ശത്രുവിൻ്റെ ആയുധങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിക്കും, ശത്രുവിനെ ജയിക്കുവാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറക്കണ്ട, നിങ്ങളുടെ നാവും നിങ്ങളുടെ കൈയുമല്ല. യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളത്. ജയം നിങ്ങൾക്കുള്ളതാണ്, പരാജയം ശത്രുവിനുള്ളത്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ഞാൻ ആയുധമെടുക്കുവാനുള്ളവനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശത്രു നിങ്ങൾക്ക് വിരോധമായി എയ്തു വിടുന്ന ആയുധങ്ങളെ നിങ്ങളുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കും, ശത്രുവിനെ തകർക്കുവാൻ. അപ്പോൾ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ വാഗ്ദത്ത നിവൃത്തിയുടെ ദിവസമായി മാറുന്ന കൃപയ്ക്കായി ശത്രുക്കളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഈ ശത്രുവിനോട് എതിർത്ത് നിൽക്കണം, ജയിക്കണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ, ആ ജോലി സ്ഥലത്ത് പ്രതികൂലമായി നിൽക്കുന്നവർ, പ്രതികൂലമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ലഭിക്കട്ടെ. സകല തടസ്സങ്ങളും മാറട്ടെ. സ്വദേശത്തും വിദേശത്തും ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. മാസങ്ങളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിക്ക് പോയി തുടങ്ങട്ടെ. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും നസറേനായ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. യാത്രാ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ വിവാഹ ബന്ധങ്ങൾക്ക് മേലുള്ള വെല്ലുവിളികൾ മാറട്ടെ. ആമേൻ. സ്വന്തം ഭവനങ്ങൾ പാർക്കുവാൻ കഴിയാത്ത വിധത്തിൽ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, അതിനകത്തെ പ്രശ്നങ്ങൾ മാറട്ടെ. കലഹവും മാറട്ടെ. സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ സ്വന്തം ഭവനങ്ങൾ പണിതുയർത്തട്ടെ. വാടക വീടുകളിൽ നിന്ന് സ്വന്തം ഭവനങ്ങളിലേക്ക് മാറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനകൾ വാങ്ങലുകൾ നടക്കട്ടെ. അഡ്വാൻസ് കൊടുത്ത് ദീർഘനാളായി വാങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആമേൻ. ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത്. സഭകൾ വളരട്ടെ. പൈശാചിക കോട്ടകൊത്തളങ്ങൾ തകർക്കപ്പെടട്ടെ. ദേശാന്തരീയ വ്യാപാര പോരുകൾ തകർക്കപ്പെടട്ടെ. ശത്രുവിൻ്റെ ആയുധങ്ങൾ നിർവീര്യമാകട്ടെ. ആമേൻ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് ഗോഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഇവർ പോകുന്നിടത്തൊക്കെയും കടന്നു പോകുന്നിടത്തൊക്കെയും ജയം നൽകി എൻ്റെ ദൈവം അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രതികൂലങ്ങൾ അനുകൂലമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ മുഴുവൻ ഇവരോട് കൂടിരുന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.